നമ്മുടെ കയ്യിൽ ഇത് സോൾഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടോ? എൻ്റെ കയ്യിൽ തന്നെ ഈ വാഹനം വന്നിട്ട് 5 വർഷമായി. അതിന് മുമ്പത്തെ ഓണേഴ്സിൻ്റെ അടുത്തും പല ആൾക്കാരുടെ അടുത്തും 2010 മുതൽ പല ആൾക്കാരുടെ അടുത്ത് ഈ വാഹനം ഉണ്ടായിരുന്നതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് എൻ്റെ അടുത്തുണ്ട്. അതെല്ലാം നല്ല പാസ് ചെയ്യുകയും ചെയ്തതിൻ്റെ. ഇനിയിപ്പോൾ 1990 ഫസ്റ്റ് രജിസ്റ്റർ 99 രജിസ്റ്റർ ചെയ്ത സ്ഥലത്തുനിന്ന് എന്തെങ്കിലും ബാക്ക് ഡോക്യുമെന്റ്സ്, അതിൻ്റെ എന്തെങ്കിലും ബാക്ക് ഡോക്യുമെന്റ്സും കൂടി എടുക്കണം. കാര്യം ഓൾറെഡി ഇന്നലെ RT ഓഫീസർ വന്ന് അതിൻ്റെ രജിസ്ട്രേഷൻ ജെനുവിനിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ട് പോയതാണ്. പക്ഷേ എന്തെങ്കിലും പേപ്പേഴ്സും കൂടി അവിടെ ബാക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒപ്പിച്ച് കൊടുക്കണം. കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അവർ ഓൾറെഡി അവരുടെ രീതിയിൽ ചെക്ക് ചെയ്യും. അവർക്കത് ബോധ്യപ്പെടണം ഇത് ജെന്യുവൻ ആണെന്നുള്ളത്. അപ്പം അതില്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടി സപ്പോർട്ടിംഗ് ആയിട്ടുള്ള നമ്മൾ എന്തൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ പണിയാവും. അതേപോലത്തെ ഒരു സമാന സാഹചര്യമായിരുന്നു ദുൽഖറിന്റെ വീട്ടിലും റെയ്ഡ് നടന്നിരുന്നു. അവിടെ നിന്നും വാഹനങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. ആ വാഹനങ്ങൾക്ക് പരിചയമുണ്ടോ? എനിക്ക് ആ വാഹനങ്ങൾ ദുൽഖറിൻ്റെ അടുത്ത് തന്നെ കുറേ വർഷമായി. പിന്നെ അതിൻ്റെ ഓണേഴ്സ് പല ആൾക്കാരുടെയും ഓണേഴ്സിൻ്റെ അടുത്തൊക്കെ ഉള്ളത് എനിക്ക് മാത്രമല്ല പല ആൾക്കാരുടെ അടുത്ത് അറിയാം ഇത് ആരുടെ ആയിരുന്നു എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് എന്തായാലും ഈ സമയത്ത് വന്ന വണ്ടിയല്ല, പുള്ളിയുടെ തന്നെ കുറേ വർഷമായിട്ടുള്ളതാണ് ആ വണ്ടി. നമ്മുടെ ദുൽഖറിൻ്റെ വാഹനങ്ങൾ മാത്രം പോസ്റ്റ് ചെയ്യുന്നൊരു പേജ് ഉണ്ട്, DQ369 എന്ന് വെച്ചാൽ. അതിൻ്റെ അകത്തെടുത്ത് നോക്കിയാൽ വർഷങ്ങൾ മുമ്പ് ഈ വണ്ടി ദുൽഖർ ഓടിക്കുന്നതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നുള്ളത് അങ്ങനെ ഇപ്പം സമയത്ത് കൊണ്ടുവന്നാന്നുള്ളത്. ഇനിയിപ്പോൾ അദ്ദേഹവും ഇതേപോലെ പഴയ ഓണറെ കണ്ടെത്തുന്നു. എല്ലാ വണ്ടികളുടെയും ഇനി ചോദിക്കുമ്പോൾ നമ്മൾ പഴയ ഓണറിനെ കണ്ടെത്തി കൊടുത്തില്ലെങ്കിൽ നമ്മൾ പെടും. അത് നമ്മൾ ഒരു കണക്കിന് നല്ലതാണ്. ഇപ്പം അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ ഈ സ്ഥലം വാങ്ങിക്കുമ്പോൾ മുന്നാധാരങ്ങൾ കീപ്പ് ചെയ്യുന്ന പോലെ വാഹനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പഴയ ഡോക്യുമെന്റ്സ്. ഇതിപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ സെയിലിന് വേണ്ടി അയക്കുമ്പോഴൊക്കെ ഞാനും പറയാറുണ്ട്, ബ്രോ കാര്യം കഴിഞ്ഞ പ്രാവശ്യം റെയ്ഡ് നടന്നുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, പരമാവധി സാധനങ്ങൾ കീപ്പ് ചെയ്യുക, അതിൻ്റെ ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ പണിയാവുന്നുള്ളത്.